ആരാ ഇന്നത്തെ വീഡിയോയും പതിവില്ലാത്ത രീതിയിൽ രാവിലത്തേടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ വീടിനകമല്ലോ ഒന്ന് തൂത്ത് തുടച്ച് അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടാണ് കയറി കിടന്നുറങ്ങിയത്. അതുകൊണ്ടൊരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് അതിഭയങ്കരമായ നടുവിന് വേദന, പനിയൊക്കെ കുറഞ്ഞു കേട്ടോ. നടുവിന് വേദന, അങ്ങനെ പലവിധ വേദനകൾ വീണ്ടും ആക്രമിക്കാനെത്തി. അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തു. മോനുക്കുട്ടന് സ്കൂളിൽ പോകണം. രാവിലെ അടുക്കളയിലോട്ട് കയറിയതാണ്. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലഞ്ച് തയ്യാറായി. മോനിക്കുട്ടനെ സ്കൂളിലോട്ട് വിട്ടിട്ട് അന്നേരം വന്ന് കട്ടിലേലോട്ട് വീണതാട്ടോ. അപ്പം 12 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പം എനിക്ക് നമ്മുടെ കപ്പലണ്ടി വെച്ച് മുട്ടായില്ലാതെ ഇച്ചിരി കഴിക്കണമെന്ന് തോന്നുന്നത്. വേറെ ഒന്നും കൂടി ഇരിപ്പില്ല. എരിവെള്ള മുറുക്കുണ്ട്, പക്ഷേ എരിവെള്ള കുഴലപ്പം, പക്ഷെ എനിക്കത് വേണമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്താ പറയുന്നത്, തണുപ്പും പനി പിടിച്ചതും എല്ലാം കൂടെ ആയിട്ടായിരിക്കും. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനകത്ത്, അതുകൊണ്ടാണ് ക്ഷീണവും തലകറക്കവും ഒക്കെ. രാവിലെ ദോശ ഉണ്ടാക്കി, ചമ്മന്തി. എങ്ങനെയാണ് അത്രയും ഉണ്ടാക്കി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മോനിക്കുട്ടനാണ് എന്നിട്ടും വന്ന് പാവം വന്ന് ദോശയൊക്കെ ഉണ്ടാക്കി. ആ സമയം കൊണ്ട് ഞാൻ ചമ്മന്തി അരച്ചു. പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ച് അമ്മ കഞ്ഞി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാളെ മോനിക്കുട്ടന് കൊണ്ടുവരാനുള്ള യൂണിഫോമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനകത്തോട്ട് ഇടാം. അല്ല, പിന്നെ മഴക്കോളായിരുന്നു, ഉണങ്ങി കിട്ടാൻ താമസമായിരിക്കും. അപ്പോൾ സ്റ്റാൻഡ് എടുത്ത് അവിടെ ഇട്ട് വെച്ച് തുണി കഴുകി അവിടെ വിരിക്കാമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് വന്നതാണ്. പിന്നെ എന്താ പറയുന്നത്, പലപ്പോഴും ഞാൻ ഈ സംസാരിക്കുമ്പോൾ ചില വാക്കൊന്നും വഴങ്ങാതെ പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. പിന്നെന്താണ്, കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പായ്ക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഇന്ന് എന്തായാലും റെസ്റ്റ് ചെയ്തിട്ടേ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. ഇന്നലെ വൈകിട്ട് നമ്മൾ അത്യാവശ്യം ഇതെല്ലാം ക്ലീൻ ചെയ്തില്ലേ. അതിൻ്റെ വയ്യാഴി അല്ല കേട്ടോ, അതിൻ്റെ ഒന്നും വയ്യാഴി അല്ല. നടുവിന് വേദന. ആ പൊടിക്കകത്ത് നമ്മൾ കിടന്ന് ഉറങ്ങിയാലുള്ള അവസ്ഥയുണ്ടോ, അതുപോലെ പൊടി അഴുക്കുമല്ലായിരുന്നു. അപ്പം അതെല്ലാം വൃത്തിയാക്കി ബെഡ്ഷീറ്റ്, 2 കട്ടിലേയും ബെഡ്ഷീറ്റും തലാണ കവറും എല്ലാം മാറ്റി ക്ലീൻ ചെയ്തിട്ട് കുളിച്ചിട്ടൊക്കെ വന്ന് കിടന്നപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ഈ പൊടി തന്നെ, പൊടിക്കകത്ത് തറയൊക്കെ തുടച്ചാലും ബെഡും കസേരയെല്ലാം പൊടിയല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്തായാലും. പിന്നെ എന്ത് ചെയ്താലും അതിന് മോനിക്കുട്ടൻ വന്ന് സഹായിക്കുന്നുണ്ടാട്ടോ. എല്ലാവരും ഞാൻ കറങ്ങിപ്പോയേന്. എന്നാൽ ഞാൻ കുറച്ച് മോനിക്കുട്ടൻ്റെ കുറച്ച് തുണികളും എല്ലാം കൂടെ ഒന്ന് വാഷിംഗ് മെഷീനകത്ത് ഇടട്ടെ. കുറേ കഴുകിയത് വിരിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ, അത് ഉണങ്ങിയില്ല. അതുകൊണ്ട് എല്ലാം കൂടി കഴുകാൻ പറ്റത്തില്ല. ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയായിരുന്നു, അത് കഴുകാൻ കിടപ്പുണ്ട്. പിന്നെ അടുത്ത ദിവസം കഴുകാം. ഇന്നിപ്പോൾ മോനിക്കുട്ടൻ്റെ ഡ്രസ്സ് ഒന്ന് കഴുകിയിടാം, നാളെ കൊണ്ടുവരുന്നതല്ലേ. ഇപ്പം തന്നെ സമയം ഉച്ചയായി. അരി കൊള്ളാമെന്ന് നോക്കാം. ഇച്ചിരി ഏതരിയാ? റേഷൻ കടയിൽ കിട്ടിയ അരി. ഉച്ചാക്കരി അവർക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, അവിടെ വെച്ച അരി കൊടുക്കുക. ക്ലിയർ വെച്ച്
കറുത്തേ എന്തുകൊണ്ടിരിക്കും അതേലേതാണ്ട് ഒരു പായല് പോലെ കൂണ് പോലൊരു സാധനം പറ്റിയിരിപ്പുണ്ട്. ഉച്ചയായപ്പോഴത്തേക്ക് അമ്മ ചോറും പിന്നെ അവിയലൊക്കെ വെച്ചുകൊണ്ട് വന്നു. ഒരു കുഞ്ഞവിയൽ, അധികം കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നാൽ നല്ല അവിയലായിരുന്നു, ചേമ്പൊക്കെ ഇട്ട് ഒരു അവിയൽ. അപ്പോൾ അമ്മ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള കൂട്ടാനൊക്കെ കൂട്ടി, ഇവിടെ ഇച്ചിരി ചമ്മന്തിപ്പൊടി അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചോറുണ്ണാന്ന് വിചാരിച്ചു. ഞാനും അമ്മയും കൂടി ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് ഞാൻ പിന്നെയും കുറച്ച് ജോലികളൊക്കെ ഉള്ളതൊക്കെ തീർത്ത് 4 മണിയായി. മോനുക്കുട്ടൻ വരുന്നുണ്ട് കേട്ടോ. മോനുക്കുട്ടൻ സ്കൂളിൽ പോകുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്, വരുന്നത് ഇന്ന് വരെയും വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് കാണിക്കാം കേട്ടോ. ഇന്ന് മോനുക്കുട്ടന് ഭയങ്കര സന്തോഷമായിരിക്കും, നോക്കാം. ഇന്ന് മോനുക്കുട്ടൻ്റെ മുഖം കണ്ട്. വീട്ടിലോട്ടൊന്ന് കേറ്. നെയ്ദോശ വേണോ അതോ ചമ്മന്തി കൂട്ടി കഴിക്കുവാന്ന്? എൻ്റെ കോലം കാണിക്കാൻ കൊള്ളാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഉഷാറായിട്ടേ ഇനിയും വീഡിയോയിൽ ഞാൻ വരത്തുള്ളൂ. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ എൻ്റെ അഴകിയ ലൈല കോലം കാണുമല്ലേ. ഇന്നത്തോടുകൂടി നമ്മൾ ഉഷാറാകും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ദോശ ഉണ്ടാക്കാൻ കയറി തന്നെ ഉണ്ടാക്കിക്കോളാം. ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ലെന്ന് പറയും. അപ്പം ഞാനങ്ങ് മാറിക്കൊടുത്തു. മോനിക്കുട്ടൻ വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് ദോശയും കഴിച്ചിട്ട് മോനിക്കുട്ടനെ ഞാൻ 5:30 ട്യൂഷന് കൊണ്ടുപോയി വിട്ട് വന്ന് എന്നിട്ടാണ് ഞാൻ രാവിലത്തെ തൊട്ടുള്ള പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയെല്ലാം തുടച്ചു വീടെല്ലാം തൂത്തു വാരി ക്ലീൻ ചെയ്ത് എന്താ പറയുന്നത്, ഒരു ഉത്സവത്തിൻ്റെ ചപ്പും ചവറും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം തൂത്തുവാരി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ. എല്ലാം വൃത്തിയാക്കി ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനിക്കുട്ടനെ വിളിക്കാനുള്ള സമയമായി. പോയി വിളിച്ചുകൊണ്ട് വന്നു. വണ്ടി കൊണ്ടുവെക്കാൻ നേരത്ത് മോനിക്കുട്ടന് അമ്മയുടെ അടുത്ത് ഇരിക്കുക. അമ്മ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളേ. അപ്പം അമ്മ വരുമ്പോൾ അമ്മയുടെ കൂടെ വരാൻ വേണ്ടിയിട്ടിരിക്കുക. ഇവിടെ TV കാണാൻ ഒക്കാത്തതുകൊണ്ട് അത്ര നേരം അവിടെ നിന്ന് TV ഒക്കെ കണ്ടുകൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരും. അപ്പം ഇവിടെ എല്ലാം അത്യാവശ്യം ഞാനെല്ലാം തൂത്തുവാരി കഴുകി, ഇവിടെ എല്ലാം കഴുകി മോനിക്കുട്ടനോട് എന്നെ സഹായിച്ചു. ഇന്നലെ കഴുകി കേട്ടോ. ഇന്നലെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാം കഴുകി ഇട്ടിട്ടാണ് ഞാൻ പോയത്. സോപ്പ് പൊടിയും ലോഷനും എല്ലാം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി റാക്ക് ഉൾപ്പെടെ എല്ലാം കഴുകി. പിന്നെ ഈ മേശയൊക്കെ എടുത്തിട്ടു, എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇവിടെ ഇരുന്നാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതുമെല്ലാം. ഇങ്ങനെ ആകുമ്പം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. മറ്റേ കട്ടിലയിലിരുന്ന് ജോലി, അതിൻ്റെ കൂട്ടത്തിൽ ആ റൂം നിറയെ തുണിയുടെ പൊടി, രാത്രിയിലെല്ലാം ശ്വാസം മുട്ടലായിരുന്നു. അപ്പോൾ അതിനൊരു ആശ്വാസമായി. അപ്പോൾ ഇനി ഇവിടെ വെച്ചാണ് നമ്മുടെ പാക്കിങ്ങും എല്ലാം. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് കാണിക്കാം. ഒരു പോർഷൻ ഞാനൊരു കർട്ടനൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് സെറ്റാക്കി വരാനാണ് നമ്മൾ കുറേ ദിവസമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ പുറകിൽ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. കുറേ പൈസയും ചിലവായി, ഒരുപാട് കഷ്ടപ്പെട്ടു. അതെല്ലാം നമുക്ക് ഇതിനകത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതെല്ലാം ദൈവം മുന്നോട്ട് നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം
ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല, കാരണം ഓർഡർ എടുക്കാൻ എനിക്ക് സമയവും ഇല്ല, ഉള്ളതും പാക്ക് ചെയ്തുമില്ല. അതുകൊണ്ട് നാളെ മുതൽ നമ്മൾ ഉഷാറായിട്ട് വീഡിയോസൊക്കെ ഇടാം എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്നും എൻ്റെ മുഖം പോലും കാണിക്കുക. ഞാനൊക്കെ കോലം കെട്ടി നിൽക്കുമായിരുന്നു. ഒന്നാമത് വയ്യായി, അതിൻ്റെ കൂടെ ജോലി എല്ലാം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് സെറ്റാണ്. അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞതിന് ഞാൻ അവർക്ക് ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം വരുത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളെ ഇപ്പോൾ നാളെ ഇതെല്ലാം കൊണ്ട് കൊടുക്കണം. പിന്നെ ക്രിസ്മസിൻ്റേത് ഞാൻ എന്താ ഒരു ക്രിസ്മസ് സെലക്ഷൻ 2-3 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ചെയ്തില്ല. ഇന്ന് അത് ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്, പറ്റിയില്ല. ഇന്ന് വീഡിയോയും എടുത്തില്ല, ഇട്ടുമില്ല കേട്ടോ. അപ്പം ഞാൻ ഓർഡർ പെൻഡിങ് ഉള്ളതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് പറ്റുമെങ്കിൽ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇടാം, അല്ലെങ്കിൽ നാളെ ഉള്ളൂ ഇനി വീഡിയോ. ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ആയിരുന്നു. അമ്മ ഉച്ചയ്ക്ക് ചോറും അവിയലും കൊണ്ടു തന്നു, അത് ഇരിപ്പുണ്ട്. വേറെ ഒന്നും ഞാൻ വെച്ചുമില്ല, ഒന്നും വെക്കാൻ തോന്നിയില്ല, വേണമെന്നുമില്ലായിരുന്നു. പിന്നെ ഇനി മോനുകുട്ടന് കഞ്ഞി വെച്ച് ഇരിപ്പുണ്ട്. കഞ്ഞി അവന് ഇഷ്ടം. അവന് വരുന്നുണ്ടെങ്കിൽ ചമ്മന്തി വേണമെന്ന് വല്ലതും പറയുമോയെന്ന് അറിയത്തില്ല. പറയുവാണെങ്കിൽ ഇച്ചിരി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പാക്ക് ചെയ്യട്ടെ കേട്ടോ. കുറച്ചേ ഉള്ളൂ ഓർഡർ. ഇന്ന് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് അധികം പാക്ക് ചെയ്യാനില്ല. കഴിഞ്ഞ വീഡിയോ വയ്ക്കാത്തതാണ് ഇന്ന് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അത്രയും ഭാഗം ഞാനൊരു കർട്ടനൊക്കെ ഇട്ടതാണ്, വൈറ്റ് കർട്ടൻ ഇട്ടത്. ഞാൻ പറഞ്ഞില്ല, കളർ വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ തന്ന ഒരു ഗിഫ്റ്റ് ബോക്സാണ്. ഇതിനകത്തായിരുന്നു ഇതുപോലുള്ള കുറേ കുഞ്ഞു ഫോട്ടോസും ഇതുമെല്ലാം കൂടെ നമുക്ക് അയച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് ഇവിടെ വെച്ചതാണ് കേട്ടോ. നമുക്ക് ചെറിയ സെറ്റപ്പാണ്, പക്ഷേ നമുക്ക് വലിയ സന്തോഷമാണ്. ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക്. ഇനി ഒരു ചെറിയൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ട് നോക്കാം. തൽക്കാലം ഇതിൽ ഞാൻ വെച്ചിരിക്കുക കേട്ടോ. വീഡിയോ ചെയ്യാനുള്ള സാധനങ്ങളാണ്, ഇതൊന്നും വീഡിയോ ചെയ്തതല്ല. ലാസ്റ്റ് തട്ടിലിരിക്കുന്നത് വീഡിയോ ചെയ്തതാണ്. ദൈവമേ, പച്ചമുളകൊക്കെ വെട്ടിക്കണ്ടിച്ചിട്ട് മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നാ മതി. പഴുവാനുള്ളതല്ലേ? കൊച്ചൊരു മുട്ട എന്ത് പറയാനോ ഇവിടെ വെച്ചെന്താണ്? അയ്യോ സോറി സാർ. എന്തോ ഇനാ രാത്രി ഓരോ ജോലിയും കൂടെ നിൽക്കുന്നു. മോനുകൂട്ടൻ ക്യാരറ്റ് അരിയുന്നു. നീ കൂടെ ഒന്ന് തുടക്കാനും എടുക്കാനൊന്നും എനിക്ക് വയ്യ. എടുത്തോണ്ട് കഞ്ഞി വേണ്ടേ? അപ്പൊ കഞ്ഞി കുടിച്ചായിരുന്നോ? എനിക്ക് തരാതെ ഒന്നും പറയാതെ കഞ്ഞി കൊണ്ടുവന്ന് പറഞ്ഞില്ല. കഞ്ഞി എനിക്ക് അന്ന് ദോശ ഉണ്ടാക്കി തരുന്നു, പിന്നെ അതിന്റെ കൂടെ ഞാൻ എങ്ങനെ കഞ്ഞി തരുന്നത്? പറഞ്ഞിട്ടില്ലേ അമ്മ കഞ്ഞി ഉണ്ടെന്ന്? ഞാൻ കേട്ടില്ല. എന്റെ കുറ്റമല്ല. മതി ജാതിക്ക. കാന്താരി വെക്കണ്ട. കാന്താരി അമ്മ തിന്നും. അയ്യോ എനിക്ക് വേണ്ട. ഞാൻ തിന്നട്ടോ.
നീ ഇതൊന്നും പറഞ്ഞോണ്ട് ഇതെടുത്തോട്ടെ. എടുത്തു. ജാതിക്കല്ലേ? ചോറും അവിയലും. ജാതിക്ക തന്നെ വച്ചത്. മോനുകുട്ടൻ്റെ ജാതിക്ക ഉപ്പിലിട്ടത് വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ മുട്ട വറുത്ത് 1 കിലോ ക്യാരറ്റും വെട്ടിക്കണ്ടിച്ച് അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇച്ചിരി അച്ചാറെടുത്ത് നാരങ്ങ ഈന്തപ്പഴവും കൂടെ ഉള്ളു. മോനുകുട്ടൻ സ്പെഷ്യൽ മുട്ട. ക്യാരറ്റ് തിന്നണം. എനിക്ക് ക്യാരറ്റ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. തൂങ്ങി പടച്ചിരുന്ന ഒരു ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് നാളെ തൊട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഇട്ട് വരാട്ടോ. ഡ്രസ്സിൻ്റെ വീഡിയോയും എല്ലാം നമുക്ക് നാളെ തൊട്ട് സജീവമായിട്ട് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നാളെ നമുക്ക് കാണാം. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.